ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഏറ്റവും സ്നേഹമുള്ളവരെ, 25ാമത് പരിത്രാണ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷിക്കുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അസന്മാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുക. അപ്പോൾ ഈയൊരു വചനം ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നത്തെ പ്രസംഗത്തിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇതാണ്: ദൈവം എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു. അതാണ് ഞാൻ സംസാരിക്കുക. ദൈവം എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു? ദൈവം നമ്മിൽ നിന്ന് വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നു. വീണ്ടും തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7ഉം 8ഉം തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7ഉം 8ഉം തിരുവചനങ്ങൾ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. 25ാമത്തെ ഈ ബൈബിൾ കൺവെൻഷനിലൂടെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധീകരിച്ചാൽ നാളെ അത്ഭുതം നടക്കും. ഇത് പഴയ നിയമമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധീകരിച്ചാൽ നാളെയല്ല ഇന്ന് തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നു. അതാണ് പുതിയ നിയമം. ഇന്ന് വിശുദ്ധി വരുത്തിയാൽ ഇന്ന് തന്നെ അത്ഭുതം. നാളേക്ക് നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നെടുക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 1 തുടങ്ങി 10 വരെയുള്ള വചനങ്ങൾ. സക്കേവൂസിൻ്റെ ഉപമ. പ്രിയമുള്ളവരെ, സക്കേവൂസ് ഒരു യഹൂദനാണ്. അവൻ്റെ ജോലി ചുങ്കം പിരിക്കലാണ്. അധികം ചുങ്കം വാങ്ങി വീട് വെച്ച മനുഷ്യൻ. എങ്കിൽ ആ വീടിന് കൊടുക്കാവുന്ന പേര് പാപത്തിൻ്റെ വീടെന്നാണ്. കാരണം എന്താ? അന്യായമായിട്ട് ചുങ്കം വാങ്ങി വലിയ വീട് വെച്ചിരിക്കുന്ന മനുഷ്യൻ. ആ സക്കേവൂസ് ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുമ്പോൾ അദ്ദേഹം അറിയുന്നു ഈ വഴിയിലൂടെ യേശു കടന്നു വരുന്നു. അവൻ ആ ചുങ്കസ്ഥലത്ത് നിന്ന് ഇറങ്ങി ആ റോഡിലെത്തിയപ്പോൾ ആളുകൾ അവന് മുൻപേ അവിടെ നിരന്നു കഴിഞ്ഞു. ഇവന് ഉയരക്കുറവായതുകൊണ്ട് മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ആ സിക്കമൂർ മരത്തിലിരുന്ന് താഴെക്കൂടെ പോകുന്ന യേശുവിനെ അവൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ മരത്തിന് ചുവട്ടിലെത്തി യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. സക്കേവൂസ് വേഗം താഴേക്ക് ഇറങ്ങി വന്ന യേശുവിനെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പിള്ളവരെ, ആ വീട്ടിൽ വെച്ച് യേശു അവനോട് വചനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സക്കേവൂസ് എഴുന്നേറ്റുന്ന എന്താ പറഞ്ഞത്? എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ശുദ്ധി വരുത്തിയ സക്കേവൂസിനെയാണ് അവിടെ കാണുക. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഓർക്കണേ, ആ നിമിഷം വരെ അന്യായമായിട്ട് ചുങ്കം വാങ്ങി വലിയ വീട് വെച്ച മനുഷ്യൻ.
മനുഷ്യരിൽ നിന്ന് പണം പിടിച്ചു പറിച്ചെടുത്തവൻ. അവനാണ് പറഞ്ഞത്, എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആത്മാവിൽ വിശുദ്ധി വരുത്തിയവനാ. ആർക്ക് കൊടുക്കുന്നു? ഈ ദേശത്ത് കെട്ടിച്ചുവിടാൻ പണമില്ലാത്ത പെൺകുട്ടികളുടെ വിവാഹത്തിന് ഞാൻ പണം കൊടുക്കുന്നു. ഈ നാട്ടിൽ വീടില്ലാത്തവർക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കാൻ സഹായിക്കും. ഈ നാട്ടിൽ പഠിക്കാൻ പണമില്ലാത്ത കുട്ടികളെ പഠിക്കാൻ വേണ്ടി ഞാൻ സഹായിക്കും. ഈ നാട്ടിൽ, ഈ ദേശത്ത് രോഗത്താൽ ശുശ്രൂഷയ്ക്ക് പണമില്ലാതെ, ചികിത്സയ്ക്ക് പണമില്ലാതെ വേദനിക്കുന്നവർക്ക് ഞാൻ പണം കൊടുക്കും. അതാണ് എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയെ തിരിച്ചു കൊടുക്കുന്നു. അവൻ വിശുദ്ധി വരുത്തിയപ്പോൾ ഉടനെ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയരെ, അവൻ വിശുദ്ധി വരുത്തിയപ്പോൾ, നാളെയല്ല, പുതിയ നിയമം ഈശോ പറഞ്ഞു, ഇന്ന്, നാളെയല്ല, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ. ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 42-44. പ്രിയരെ, യേശുവിനെ ഇടത്തും വലത്തും 2 കള്ളന്മാരെ കുരിശിൽ തറച്ചിട്ടിരുന്നു. അതിൽ ആ നല്ല കള്ളൻ അവൻ ചെയ്ത പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് യേശുവിനോട് പറയുന്നുണ്ട്. അവൻ സിദ്ധി വരുത്തിയിട്ട് പറയുകയാണ്, ഗുരു, അങ്ങ് പിതാവിൻ്റെ പക്കലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണേ. ഈശോ പറഞ്ഞു, ഉടനെ പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഇതാണ് പുതിയ നിയമം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. പഴയ നിയമത്തിലാണെങ്കിൽ നാളെ എന്നുള്ള വാക്കാ. പുതിയ നിയമത്തിൽ വിശുദ്ധി വരുത്തിയാൽ അന്ന് തന്നെ അത്ഭുതം നടക്കും. 2 കൊരിന്തോസ് 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ ദിവസം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് 25-ാമത്തെ ഈ ജൂബിലി കൺവെൻഷനിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധി വരുത്തുക. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഒരു വ്യക്തിയിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നത്? വചനം പറയുന്നത്, വചനം കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയാ. ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നെങ്കിലും. വീണ്ടും സങ്കീർത്തനം 95:7, ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ. ഞാൻ ഓർക്കുക, കോയമ്പത്തൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ദിവസം രാവിലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ധ്യാന ഹാളിലേക്ക് വന്നു. ഇവൻ്റെ മുടിയൊക്കെ ആകെ ചീ ഉതുക്കിയിട്ടൊന്നുമില്ല, അലങ്കോലപ്പെട്ട് കിടക്കുന്നു. വസ്ത്രമൊക്കെ മുഴിഞ്ഞ് നാറുന്ന ടൈപ്പ്, ശരീരമാണെങ്കിൽ ആകെ അഴുക്ക് പിടിച്ചിരിക്കുന്നു. ഞാനിവനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ, ഇവനെ എനിക്കറിയാലോ, ഇവൻ്റെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇവങ്ങനെ ആടി ആടി വന്ന് കസേരയിലിരുന്നു. പിന്നെ വചനം കേൾക്കുന്നുണ്ട് കേട്ടോ. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാനിവൻ്റെ അടുത്ത് ചെന്നു, നിന്നെ എനിക്കറിയാലോ. അച്ഛൻ എന്നെ അറിയാം. നിന്നെ എവിടെ വെച്ചാ കണ്ടിരിക്കുന്നത്? അച്ഛാ, ഈ ധ്യാന കേന്ദ്രത്തിൽ 3 മാസക്കാലം ഞാൻ സെക്യൂരിറ്റി വേല ചെയ്തവനാണ്. തമ്പുരാൻ കർത്താവേ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ മദ്യത്തിന് അടിമയായിരുന്നു. ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന മനുഷ്യനാ. ഭാര്യ ഒരു കൊച്ചുണ്ട്, ഒട്ടുക്കത്തെ കുടിയനാ. പൊട്ടിച്ച് കുടിച്ച് ഉള്ള സ്വത്ത് മുഴുവനും നശിപ്പിച്ച് ഭാര്യയെ തല്ലും, കൊച്ചിനെ തല്ലും. വീട്ടിൽ വന്ന പിന്നെ തെറിയുടെ അഭിഷേകമാണ്. ഭാര്യ കൊച്ചിനും കൊണ്ട് അവളുടെ വീട്ടിൽ പോയി. ആ ദേശത്തെ പ്രാർത്ഥന ഗ്രൂപ്പുകാർ ഞങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നു. 1 മാസം തുടർച്ചയായി ധ്യാനത്തിലിരുത്തി. അവൻ പറഞ്ഞു, ഞാൻ മനസ്സാന്തരപ്പെട്ടു, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ സെക്യൂരിറ്റിക്കാനായിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അച്ഛോ ഞാനൊന്ന് വീട്ടിൽ പോട്ടെ. ഞാൻ പറഞ്ഞു, നിനക്ക് വീട്ടിൽ പോകാൻ സമയമായിട്ടില്ല, ഇപ്പം നീ പുറത്തു പോയി വീണ്ടും കുടിക്കും. ഇല്ല അച്ഛാ, ഇപ്പോൾ നല്ല കൺട്രോളാ. അച്ഛൻ ധൈര്യമായിട്ട് തന്നെ വിട്ടോ. ശരി, ഞാൻ വിശ്വസിച്ചു, പോയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഈ മനുഷ്യനെ കാണുന്ന 1 വർഷം കഴിഞ്ഞിട്ടാ. ഞാൻ ചോദിച്ചു, നീ ഇവിടെ നിന്ന് പോയിട്ട് എത്ര ദിവസം മദ്യപിക്കാതിരുന്നു? അച്ഛോ, ഒരു 10 മിനിറ്റ്. 10 മിനിറ്റാ? അതെന്താന്ന് ചോദിച്ചു. അച്ഛ, ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഒരു ടാസ്മാക് കട കണ്ടു, ബ്രാൻഡി കട കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ആളുകൾ കയറി ഇറങ്ങുക. ഞാനും കയറി അച്ചോ, ഒടുക്കത്തെ കുടിയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ എന്നും കുടിയ.
പ്രിയമുള്ളവരെ, 1 മാസക്കാലം തമ്പുരാൻ്റെ വചനം കേട്ട് 3 മാസക്കാലം തമ്പുരാൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത ആ മനുഷ്യൻ വിശുദ്ധി വരുത്തിയിട്ടില്ല. എന്താ ഈശോ പറഞ്ഞത്? ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രിയമുള്ളവരെ, 25ാമത്തെ ബൈബിൾ കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ തമ്പുരാൻ പറയുന്നത്, ഇന്നെങ്കിലും ഈ 25ാമത്തെ ബൈബിൾ കൺവെൻഷനെങ്കിലും നീ എൻ്റെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്റെ ഹൃദയത്തെ നീ കഠിനമാക്കരുത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ 25ാമത്തെ ബൈബിൾ കൺവെൻഷൻ നമ്മിൽ വിശുദ്ധി വരുത്താനുള്ള ഒരു കൺവെൻഷനാക്കി നിങ്ങൾ മാറ്റണം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് നൽകി ഉൾക്കാഴ്ച 5 തലങ്ങളിൽ വിശുദ്ധി വരുത്തി പ്രാർത്ഥിക്കണം. 5 തലങ്ങളിൽ വിശുദ്ധി വരുത്തി പ്രാർത്ഥിക്കണം. എങ്കിലേ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ തമ്പുരാൻ. യെശയ്യാ 58:9 നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നിലവിളിക്കുമ്പോൾ ഇതാ ഞാനൊന്ന് മറുപടി പറയും. യെശയ്യാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതും അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. യെശയ്യാ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തരുമ്പോൾ ഞാനത് കേൾക്കും. ജെറമ്യാ 33:3 എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധി വരുത്തിയിരിക്കണം. ഈ 5 ദിവസത്തെ കൺവെൻഷനിൽ നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 5 മേഖലകളിൽ വിശുദ്ധി വരുത്തണം. 1, ആത്മാവിൽ വിശുദ്ധി വരുത്തി പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ആത്മാവിൽ വിശുദ്ധി വരുത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് ആത്മാവിൽ വിശുദ്ധി വരുത്തി തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനം 9:31. പ്രിയമുള്ളവർ, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക. ഹല്ലേലൂയ. ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കർത്താവ് ശ്രവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ വിശുദ്ധി വരുത്തി പ്രാർത്ഥിക്കുക. ഒരു രോഗശാന്തി കിട്ടണമെങ്കിൽ പോലും ആത്മാവിൽ വിശുദ്ധി വരുത്തി നമ്മൾ പ്രാർത്ഥിക്കണം. അതാ പ്രഭാഷകൻ 38:9-10 വചനങ്ങൾ. മകനെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവ് വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, നിന്റെ ഹൃദയത്തിൽ പാപത്തെ കഴുകിക്കളയുക. നീ തെറ്റുകൾ തിരുത്ത്, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വാ, നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. എന്നിട്ട് നീ കർത്താവിനെ വിളിക്കുക, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും, നിനക്ക് രോഗശാന്തി കിട്ടും. വിശുദ്ധ ബൈബിളിൽ നിന്ന് ആത്മാവിൽ വിശുദ്ധി വരുത്തിയവരെ നമുക്ക് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 9-14 വചനങ്ങളിൽ 2 വ്യക്തികൾ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നു. ഒന്ന് ഫരിസേയൻ, മറ്റൊന്ന് ചുങ്കക്കാരൻ. ആ ഫരിസേയൻ ബലിപീഠത്തിന് മുൻപിൽ വന്നിട്ട് അവൻ മുട്ടയിൽ നിന്ന് കൈമിരിച്ചു പിടിച്ച് അവൻ ചെയ്ത നല്ല പ്രവൃത്തികളെക്കുറിച്ചും അവൻ ചെയ്ത ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും അവൻ വളരെ ശക്തമായിട്ട് തമ്പുരാനോട് പറഞ്ഞു. ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ. ആ ചുങ്കക്കാരനാകട്ടെ, പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടാതെ അവൻ മാറത്തടിച്ച് അവൻ ചെയ്ത പാപത്തെയോർത്ത് പശ്ചാത്തപിച്ച് ആത്മാവിൽ വിശുദ്ധി വരുത്തി അവൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് തമ്പുരാൻ കേട്ടത്. ഫരിസേയന്റെ പ്രാർത്ഥന അഹങ്കാരത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അവൻ ചെയ്ത നന്മ പ്രവൃത്തികളെക്കുറിച്ചും അവൻ ചെയ്ത ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും അവൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് അഹങ്കാരത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായി. ആ ചുങ്കക്കാരനാകട്ടെ ആത്മാവിൽ വിശുദ്ധി വരുത്തിയാണ് പ്രാർത്ഥിച്ചത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം
11:24 പ്രിയമുള്ളവരെ, ആ ധൂർത്തപുത്രന്റെ ഉപമയെടുക്കുക. അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിയിട്ട് അവൻ പോയി. എന്തിനാ? സുഖിക്കാൻ. വേശ്യകളോടൊത്ത് ജീവിച്ചു, മദ്യപിച്ച് നടന്നു, പുകവലിച്ച് നടന്നു, ചൂതാട്ടം നടത്തി ജീവിച്ചു, പണമെല്ലാം നശിപ്പിച്ചു. അവസാനം അവന് ജീവിക്കാനുള്ള വഴി വേണം, പ്രിയമുള്ളവരെ, ഭക്ഷണത്തിന് വഴി വേണം. അവൻ ആ ദേശത്തെ സമ്പന്നൻ്റെ പന്നിക്കുട്ടിൽ വേല ചെയ്യുകയാണ്. ആ പന്നിക്കുട്ടിൽ അവൻ നോക്കിയപ്പോൾ പന്നിക്കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നു, അവന് കിട്ടുന്നില്ല. അവൻ പന്നികൾക്ക് കൊടുത്ത ഭക്ഷണം എടുത്ത് തിന്നാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ പന്നിക്കുഞ്ഞുങ്ങൾ അവനൊന്ന് അടി കൊടുത്ത് കാണും. പോടാ നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ. അവിടെ വെച്ച് അവന് സുബോധമുണ്ടായി എന്ന് പറയുന്നു. അവിടെ വെച്ച് അവൻ 3 തീരുമാനങ്ങൾ എടുത്തു. ഈ പന്നിക്കുട്ടിയിൽ നിന്ന് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ചെന്ന് എൻ്റെ അപ്പനോട് 3 കാര്യങ്ങൾ പറയും. അപ്പ, സ്വർഗത്തിനെതിരായും നിനക്കെതിരായും ഞാൻ പാപം ചെയ്തു. 2, മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. 3, നിന്റെ ദാസരിൽ ഒരുവനായി, വേലക്കാരിൽ ഒരുവനായി എന്നെ കണ്ടാൽ മതി. ഈ 3 തീരുമാനങ്ങൾ എടുത്തപ്പോൾ അവൻ ആത്മാവിൽ വിശുദ്ധി വരുത്തുകയാണ്. ഈ 3 തീരുമാനമെടുത്ത് അവൻ അപ്പൻ്റെ അടുക്കലേക്ക് വരികയാണ്. ചോദിക്കട്ടെ, അപ്പൻ്റെ അടുത്ത് എത്ര കാര്യങ്ങൾ പറയാനായിട്ട് അപ്പൻ അവൻ അവസരം കൊടുത്തു? 2 കാര്യങ്ങളെ പറയാൻ അപ്പന് സമ്മതിച്ചുള്ളൂ. അപ്പ, സ്വർഗത്തിനെതിരായി നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു, മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പൻ്റെ ചങ്ക് പൊട്ടി. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് അവനെ വേണ്ടി സദ്യയൊരുക്കി. നിന്റെ വേലക്കാരിൽ ഒരുവനായി നീ എന്നെ കണ്ടാൽ മതി എന്ന് പറയാനുള്ള ആ തീരുമാനം അറിയിക്കാനുള്ള സമയം അപ്പൻ അവന് കൊടുത്തില്ല. കാരണം എന്താ? അപ്പൻ നോക്കിയപ്പോൾ ഇവൻ പുറത്തുപോയി പാപം ചെയ്തുവെങ്കിലും ഇവൻ്റെ വില നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ്റെ വിലയ്ക്കൊരു മാറ്റമില്ല. അവൻ മകൻ തന്നെയാണ്. അവനിനി പറയാൻ പോണെന്ന് എന്താ? നിന്റെ വേലക്കാരിൽ ഒരുവനായി എന്നെ കണ്ടാൽ മതി. അത് പറയാൻ അപ്പൻ അനുവദിച്ചില്ല. ആത്മാവിൽ വിശുദ്ധി വരുത്തിയ ധൂർത്തപുത്രൻ. വീട്ടിൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36-50. പിള്ളവരെ, ശിമയോന്റെ വീട്ടിൽ യേശു വിരുന്നിനിരിക്കുമ്പോൾ പാപിനിയായ ഒരുവൾ ഓടി വന്ന് യേശുവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്ന് അന്ന് വരെ അവൾ ചെയ്ത പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി മുടി കൊണ്ട് പാദം തുളച്ച് ആ പാദത്തിൽ മുത്തമിട്ട് തൈലം പൂശി അവളവിടെ ഇരുന്നപ്പോൾ അവൾ ആത്മാവിൽ വിശുദ്ധി വരുത്തിയ ആ നല്ല പ്രവൃത്തി ചെയ്തത്. അപ്പോൾ യേശു അവളെ നോക്കി പറഞ്ഞു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിൽ വിശുദ്ധി വരുത്തിയപ്പോൾ യേശു പറഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 7-ാം അധ്യായം 24-25 വചനങ്ങൾ. പ്രിയമുള്ളവരെ, സാവൂൾ സഭയെ പീഡിപ്പിച്ചവൻ, ക്രിസ്ത്യാനികളെ കൊല ചെയ്തവൻ, പ്രിയമുള്ളവരെ, അവൻ ആത്മാവിൽ വിശുദ്ധി വരുത്തുകയാണ്. എന്നിട്ട് അവൻ പൗലോസായി മാറി. ആ പൗലോസിൻ്റെ വാക്കുകളാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് ആർക്കെന്നെ രക്ഷിക്കാൻ കഴിയും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. ആത്മാവിൽ വിശുദ്ധി വരുത്തിയ പൗലോസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ലൂക്ക 19:1-10 ആത്മാവിൽ വിശുദ്ധി വരുത്തിയ സക്കേവൂസ്. വീണ്ടും ലൂക്ക 23:42-44 ആത്മാവിൽ വിശുദ്ധി വരുത്തിയ നല്ല കള്ളൻ. പ്രിയമുള്ളവരെ, ഈ 25-ാമത്തെ ബൈബിൾ കൺവെൻഷനിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്നു മുതൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കും, അനുഗ്രഹിക്കും. ഹഗായി 2:19 ആ വചനത്തിൻ്റെ പൂർണ്ണത ഈ കൺവെൻഷനിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരണമോ? ആത്മാവിൽ വിശുദ്ധി വരുത്തിയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന സ്ഥലത്ത് ഞാൻ ബൈബിൾ കൺവെൻഷൻ നടത്താൻ ചെന്നിരിക്കുക. 3 ദിവസത്തെ ബൈബിൾ കൺവെൻഷൻ. 1-ാം ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് വികാരിയച്ഛൻ്റെ മുറിയിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ആൻ്റണി അച്ഛ, നാളെ ഒരാളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കൺവെൻഷന് പോകുമ്പോൾ ഞാൻ ആരുടെയും വീട്ടിൽ പോകാറില്ല, അതൊക്കെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്. അതെന്താ അച്ഛാ? ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛ, ആകെ 3 ദിവസമുള്ളൂ. ഞാൻ ആളുകളുടെ വീട്ടിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കും. പിന്നെ പോകാൻ പറ്റിയില്ലെങ്കിൽ അച്ഛനായിരിക്കും കംപ്ലൈൻറ്റ് വരിക. അച്ഛൻ ഇഷ്ടമുള്ളവരെ വീട്ടിൽ അച്ഛനെ കൊണ്ടുപോയി, അച്ഛൻ എന്തിനാ വെറുതെ കംപ്ലൈൻറ്റ് കേൾക്കുന്നത്? ഇല്ല അച്ഛ, അവൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ. ഞാൻ പറഞ്ഞു, ഒട്ടും പോണ്ട, അച്ഛന് വേണ്ടപ്പെട്ടവനാണെങ്കിൽ ഒട്ടും പോണ്ടെന്ന് പറഞ്ഞു. അല്ല അച്ഛ, ഈ കൺവെൻഷൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച വ്യക്തിയുടെ വീടാണെന്ന് പറഞ്ഞു. ഫ്ലെക്സ് വയ്ക്കാനും വാൾപോസ്റ്റ് ഒട്ടിക്കാനും അച്ഛൻ നോട്ടീസ് വിതരണം ചെയ്യാനും ഈ സ്റ്റേജ് കെട്ടാനും
ഈ കസേരകൾ ഗ്രൗണ്ടൊക്കെ ശരിയാക്കാനും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം മാത്രം ധ്യാനത്തിന് വന്നിട്ടുണ്ടാകില്ല ആ വീട്ടിൽ നിന്ന്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അച്ഛൻ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ മദ്യത്തിന് അടിമപ്പെട്ട് അവൻ അവിടെ ഇരിക്കുന്നത് കാണാൻ കഴിയും. വലിയ കടബാധ്യത മൂലം അദ്ദേഹം മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്കിൽ നാളെ രാവിലെ പോകാം അച്ഛ. രാവിലെ കാപ്പി കഴിഞ്ഞ് ഞാനും വികാരി അച്ഛനും കൂടെ ഈ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തലേദിവസം കുടിച്ചതിൻ്റെ കിക്ക് പോയിട്ടില്ല, ആ ലഹരി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, സുഖമാണോ? സുഖമാണെന്ന് പറഞ്ഞു. കൺവെൻഷന് വന്നില്ല എന്ന് ചോദിച്ചു. അച്ചോ വരില്ല, വരാൻ പറ്റില്ല. അതെന്താന്ന് ചോദിച്ചു. അച്ചോ എനിക്ക് 1 കോടിയിലധികം രൂപ കടബാധ്യതയുണ്ട്. എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു. അച്ചോ എനിക്ക് ടെക്സ്റ്റൈൽ കമ്പനിയുള്ളത്, വലിയ തകർച്ച വന്നു. ഇപ്പോഴും അച്ചോ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാസവും സാലറി കൊടുക്കാനായിട്ട് ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തുകൊണ്ടിരിക്കുക. 1 കോടിയിലധികം രൂപ എനിക്ക് കടബാധ്യതയുണ്ട്. അച്ചോ പള്ളിക്ക് എന്ത് സഹായം ഞാൻ ചെയ്യാം, പക്ഷേ ഈ ജനത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ എന്നെ കൊണ്ടാകില്ല. ഞാൻ വരില്ല അച്ചോ, കൺവെൻഷന് വരില്ല. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ കടബാധയിൽ നിന്ന് ഇദ്ദേഹത്തിന് മോചനം വേണോ? വേണം. ഇദ്ദേഹം മദ്യപിച്ച് ഇവിടെ ഇരുന്നാൽ ഇദ്ദേഹത്തിന് തമ്പുരാൻ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? സഹോദര, തമ്പുരാൻ്റെ മുൻപിൽ വചനം കേട്ട് ഈ പാപത്തെ ഉപേക്ഷിച്ച് ഒരു പുതിയ വ്യക്തിയായിട്ട് സഹോദരൻ തമ്പുരാൻ്റെ മുൻപിൽ ജീവിക്കുക. അപ്പോൾ തമ്പുരാൻ വഴി കാണിച്ചു തരും. അതുകൊണ്ട് ഇനി 2 ദിവസം കൺവെൻഷനേ ഉള്ളൂ. 2 ദിവസത്തെ കൺവെൻഷന് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 ദിവസത്തെ കൺവെൻഷന് വരാൻ പറഞ്ഞു. പിള്ളേരെ, ഈ മനുഷ്യൻ 2 ദിവസം കൺവെൻഷന് വന്നു. കൺവെൻഷൻ അവസാന ദിവസം ആരാധന കഴിഞ്ഞു എൻ്റെ അടുത്ത്, അച്ചോ ഞാൻ കൺവെൻഷനിൽ പങ്കെടുത്തു, ഇനി ഞാൻ എന്ത് ചെയ്യണം? താൻ എൻ്റെ ധ്യാനകേന്ദ്രത്തിലേക്ക് വാ, 5 ദിവസം അവിടെ താമസിച്ച് ധ്യാനിക്കുക. അദ്ദേഹം താമസിച്ച് ധ്യാനത്തിന് വന്നു. 5 ദിവസം ധ്യാനം കഴിഞ്ഞു, നല്ല കുമ്പസാരം നടത്തി, പാപമോചനം നേടി, കുർബാനയൊക്കെ സ്വീകരിച്ചു. അച്ഛൻ ഇനി ഞാൻ എന്ത് ചെയ്യണം? സഹോദര, ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൺ ഡേ കൺവെൻഷനുണ്ട്, അതിന് വരിക. അധികം വൈകാതെ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു. 1 കോടിയിലധികം രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം വിൽപ്പന നടന്നു. അതിലൂടെ അദ്ദേഹത്തിൻ്റെ കടബാധ്യത പൂർണ്ണമായിട്ടും മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേരെ, അദ്ദേഹം ആത്മാവിൽ വിശുദ്ധി വരുത്തിയപ്പോൾ 1 കോടിയിലധികം കടബാധ്യതയാണ്. ഈ മനുഷ്യൻ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുക. പള്ളിക്ക് എന്ത് സഹായം കൊടുക്കും, പക്ഷേ ആത്മാവിൽ വിശുദ്ധിയില്ല. മദ്യത്തിനടിമയാണ്, പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല. എന്നാൽ അദ്ദേഹം ആത്മാവിൽ വിശുദ്ധി വരുത്തിയപ്പോൾ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുക. ഇത് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ തമിഴ് സെക്ഷൻ്റെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നു. ഓരോ കൺവെൻഷനും 8, 9, 10 ബസ് നിറച്ച ആളുകളെ കൊണ്ടുവരുന്നു. ഓരോ വെള്ളിയാഴ്ച ആളുകളെ കൊണ്ടുവരുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൽ വിശുദ്ധി വരുത്തുക നിങ്ങൾ. ഈ ബൈബിൾ കൺവെൻഷനിലൂടെ ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ.